ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് UP അസിസ്റ്റൻറ്റിൻ്റെ കെമിസ്ട്രിയുടെ പോർഷനാണ്. അപ്പോൾ നമ്മൾ ബയോളജി കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്ലാസ്സുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രി നോക്കാം. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അലോഹ മൂലകങ്ങളാണ്, അതായത് നോൺ മെറ്റൽ എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എലമെൻറ്റ്സ് നമ്മൾ മെറ്റൽസും നോൺ മെറ്റൽസും എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതിൽ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അവർക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് മെറ്റൽസ് എന്ന് പറയുമ്പോൾ അല്ലേ. അവർ കണ്ടക്ടിവിറ്റി അല്ലേ, അവർ വൈദ്യുത ചാലകത അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, പിന്നെ ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് എന്തുണ്ട് ഒരു മെറ്റലിനെ അപേക്ഷിച്ച് അവർക്ക് ഇത്രയും പ്രോപ്പർട്ടീസ്, കുറേ ബോയിലിംഗ് പോയിന്റ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നവരാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. മെറ്റൽസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ എലമെന്റ്സ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റൽ. ഓക്കെ, ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കാത്തവരാണ് ഒരു നോൺ മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. അലോഹ മൂലകങ്ങളിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഏറ്റവും സാന്ദ്രത എന്നാൽ എന്താണ്? ഡെൻസിറ്റി അല്ലേ. അപ്പൊ ഡെൻസിറ്റി ആണ് സാന്ദ്രത. ഓക്കെ, അപ്പൊ ഏറ്റവും ഡെൻസിറ്റി കൂടിയ അലോഹം അല്ലെങ്കിൽ നോൺ മെറ്റൽ ഏതാണ്? ഇത് അയഡിൻ ആണ് കേട്ടോ. അയഡിൻ ആണ് അതിന്റെ ആൻസർ. അയഡിൻ. ഓക്കെ, അയഡിൻ ആണ് ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഒരു നോൺ മെറ്റൽ ആണ് അയഡിൻ, അല്ലെങ്കിൽ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണ്? അയഡിൻ ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ഇപ്പൊ ഡെൻസിറ്റി കൂടിയ ഒരു അലോഹം ഉണ്ടെങ്കിൽ അവിടെ ഡെൻസിറ്റി കുറഞ്ഞൊരു അലോഹം കൂടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു അലോഹം അല്ലെങ്കിൽ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ ഒരു നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആണ് ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ അലോഹം അല്ലെങ്കിൽ നോൺ മെറ്റൽ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത. ഓക്കെ, മലയാളത്തിലുള്ള വേർഡുകൾ പഠിച്ചു വെക്കാം, മലയാളത്തിലായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചു പോവുക, മനസ്സിലേക്ക് ഉറപ്പിക്കുക. ഏറ്റവും ഡെൻസിറ്റി കൂടിയ അലോഹം അയഡിനും ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ അലോഹം ഹൈഡ്രജനും. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട അലോഹ മൂലകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് അധികം അലോഹ മൂലകങ്ങളുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അലോഹ മൂലകങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന? കാർബൺ, സൾഫർ, ഫോസ്ഫറസ്, പിന്നെ ഹാലോജനുകളും അലസവാതകങ്ങളും, അതായത് നോബൽ ഗ്യാസും എന്താണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അലോഹ മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് ഹാലോജനുകളും അതുപോലെ അലസവാതകങ്ങളും. അതിനോടൊപ്പം ഈ മൂന്ന് എലമെന്റ്സും കാർബൺ, സൾഫർ, ഫോസ്ഫറസ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ. അതായത് UP അസിസ്റ്റന്റ് 2016 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോഹ ദ്യുതിയുള്ള അലോഹം. ഓക്കെ, ലോഹ ദ്യുതി. ഓക്കെ, ലോഹദ്യുതി ഉള്ള അലോഹം ഏതാണ് എന്ന് പറഞ്ഞാൽ അതാരാണ്? അയോഡിൻ ആണ് കേട്ടോ. അയോഡിൻ തന്നെയാണ് ലോഹദ്യുതിയുള്ള അലോഹം. ഓക്കെ, ലോഹദ്യുതിയുള്ള അലോഹം ഏതാണ്? അയോഡിൻ ആണ്. ഓക്കെ, അതുപോലെ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ഡാഷ്. ഏതാണ്? അതും ഇതിനുമുമ്പ് ചോദിച്ചിട്ടുണ്ട്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു നോൺ മെറ്റൽ എലമെന്റ് ആണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോമിനും ഒരു നോൺ മെറ്റൽ എലമെന്റ് ആണ്. പക്ഷെ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്? അന്തരീക്ഷ ഊഷ്മാവിൽ അത് ലിക്വിഡ് ഫോമിലാണ്. ഓക്കെ, അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ നമുക്കിനി ആദ്യത്തെ അലോഹ മൂലകം നോക്കാം. അതായത് ഇപ്പോൾ കാർബൺ, സൾഫർ, ഫോസ്ഫറസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാർബൺ, സൾഫർ, ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അലോഹ മൂലകങ്ങളാണ്. ഓക്കെ, നമുക്കറിയാം എല്ലാ വാതകങ്ങളും എന്താണ്? അലോഹങ്ങളാണ്. ഓക്കെ, എല്ലാ വാതകങ്ങളും അലോഹങ്ങളാണ്. നമ്മൾ ഇന്ന് കാർബൺ, സൾഫർ, ഫോസ്ഫറസ് എന്ന് പറയുന്ന ഈ മൂന്ന് പ്രധാനപ്പെട്ട അലോഹ മൂലകങ്ങളെ പറ്റിയാണ്
പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കാർബൺ. ഓക്കെ, കാർബണിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന്റെ അടിസ്ഥാന മൂലകം എന്നാണ് കാർബൺ അറിയപ്പെടുന്നത്. ഓക്കെ, ജീവന്റെ അടിസ്ഥാന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ആണ്. ഓക്കെ, അതുപോലെ കാർബണിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 6 ആണ് കാർബണിന്റെ അറ്റോമിക നമ്പർ. അതുപോലെ സംയോജകത അല്ലെങ്കിൽ വാലൻസി. എന്താണ് ഈ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ആറ്റത്തിന് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു കഴിവിനെയാണ് സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാർബൺ ആറ്റത്തിന് ആ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു കഴിവിനെയാണ് അതിന്റെ വാലൻസി അല്ലെങ്കിൽ അതിന്റെ സംയോജകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിന്റെ സംയോജകതയാണ് 4 എന്ന് പറയുന്നത്. ഓക്കെ, 4 ആണ് അതിന്റെ വാലൻസി. കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പൊ ഈ വാലൻസ് ഇലക്ട്രോൺസ്, അതായത് ഈ 4 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ വാലൻസ് ഇലക്ട്രോൺസിന്റെ ആ ഒരു നമ്പർ ആണ് ഈ പറയുന്നത്. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ഈ പറയുന്ന 4 എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ ആ ഒരു എണ്ണം, അല്ലെങ്കിൽ ഒരു ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ അറിയപ്പെടുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഈ വാലൻസ് ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ് ഇപ്പൊ ഈ പറഞ്ഞ 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാർബൺ ആറ്റത്തിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരും, അതിന്റെ കണക്കാണ് ഈ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സംയോജകത എത്രയാണ്? കാർബണിന്റെ 4 ആണ്. ഓക്കെ, ഇനി അലോട്രോപ്സ് അല്ലെങ്കിൽ അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ രൂപാന്തരത്വമാണ്. ഓക്കെ, രൂപാന്തരത്വം. എന്താണ് രൂപാന്തരത്വം? നമുക്ക് ആ പേരിൽ തന്നെ അറിയാം അല്ലെ, പല രൂപങ്ങൾ. ഓക്കെ, ഒരു മൂലകത്തിന്റെ തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ അലോട്രോപ്പി അല്ലെങ്കിൽ രൂപാന്തരത്വം എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന്റെ തന്നെ പല രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രകൃതിയിൽ കാർബണിന്റെ പല രൂപങ്ങൾ കാണാൻ കഴിയും. ഏതൊക്കെയാണ് ആ വിവിധ രൂപങ്ങൾ എന്നും കൂടെ നോക്കാം. വജ്രം, നമുക്ക് വളരെയധികം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു കാർബണിന്റെ ഒരു വകഭേദം അല്ലെങ്കിൽ കാർബണിന്റെ ഒരു രൂപാന്തരത്വം അല്ലെങ്കിൽ കാർബണിന്റെ ഒരു അലോട്രോപ്പാണ് എന്ത്? വജ്രം എന്ന് പറയുന്നത്. ഓക്കെ, കാർബണിന്റെ ഒരു പ്രധാനപ്പെട്ട രൂപാന്തരമാണ് വജ്രം. അതുപോലെ അടുത്തത് ഗ്രാഫൈറ്റ്, പിന്നെ ഫുള്ളറീൻ, അതുപോലെ ഗ്രാഫീൻ, അമോർഫസ് കാർബൺ. ഇതെല്ലാം എന്താണ്? കാർബണിന്റെ വിവിധ രൂപങ്ങളാണ് അല്ലെങ്കിൽ വിവിധ രൂപാന്തരങ്ങളാണെന്ന് പറയാം. ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ എന്ന് പറയുന്നതല്ല. ഓക്കെ, അടുത്തത് നമുക്ക് ഈ രൂപാന്തരത്വം, കാർബണിന്റെ ആ പല രൂപങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. അപ്പൊ അതിന് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുള്ളറീൻ എന്താണ്? അതിന്റെ ഷേപ്പ് ഒരു ബോൾ ആകൃതിയാണെന്ന് ഓർത്തിരിക്കുക. ഫുള്ളറീന്റെ ഷേപ്പ് എന്താണ്? ഒരു ബോൾ ആകൃതിയാണ്. ഓക്കെ, ഇനി അതിന്റെ സിലിണ്ടർ ഷേപ്പ്, അതായത് ഈ ഫുള്ളറീന്റെ തന്നെ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനെ നമ്മൾ പറയുന്നത് ബക്കി ട്യൂബ്സ് എന്നാണ്. ഓക്കെ, ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ബക്കി ബോൾസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഫുള്ളറീൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സിലിണ്ടർ ആകൃതിയാണെന്ന് ഓർത്തിരിക്കുക ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നത്. അതുപോലെ കാർബണിന്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട ഒരു രൂപാന്തരമാണ് ഗ്രാഫീൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫീൻ എന്താണ്? കാർബണിന്റെ ഏറ്റവും പുതിയ ഒരു അലോട്രോപ്പാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബക്കി ട്യൂബ്സ് ഓർത്തിരിക്കുക. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ബക്കി ട്യൂബ്സിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫുള്ളറീൻ തന്നെയാണ്, സിലിണ്ടർ ഷേപ്പിലുള്ള ഫുള്ളറീൻ ആണെന്ന് ഓർത്തിരിക്കുക. ഫുള്ളറീന്റെ ബോൾ ആകൃതിയാണെങ്കിൽ അതെന്താണ്? അതായത് ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ ഒരു രൂപാന്തരത്വമാണ് ഫുള്ളറീൻ. ഫുള്ളറീൻ തന്നെ സിലിണ്ടർ ആകൃതിയിൽ വരുമ്പോൾ അതെന്തായി? ബക്കി ട്യൂബ്സ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അത് മറന്നു പോകരുത്. പിന്നെ അടുത്തത് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ ഒരു രൂപാന്തരത്വമാണ് വജ്രം. ഇത് നമുക്കത് അറിയാം അല്ലെ. വജ്രം എന്ന് പറഞ്ഞാൽ വളരെ പ്യുവറസ്റ്റ് ആയിട്ടുള്ള കാർബണിന്റെ ഒരു ഫോമാണ് വജ്രം എന്ന് പറയുന്നത്. കാർബണിന്റെ ഏറ്റവും സ്ഥിരമായിട്ടുള്ള രൂപമാണ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഗ്രാഫൈറ്റ് എന്താണ്? വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, കാർബണിന്റെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഗ്രാഫൈറ്റ് നമുക്കറിയാം പെൻസിൽ ലെഡ്, നമ്മുടെ പെൻസിലിന്റെ ഉള്ളിലുള്ളത് ഈ ഒരു ലെഡ് ഉണ്ടോ, ഇതെന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ഈ പെൻസിൽ ലെഡ് എന്ന് പറയുന്നത് അതിനെ ബ്ലാക്ക് ലെഡ് എന്ന് പറയാം. ഓക്കെ, ബ്ലാക്ക് ലെഡ് അതെന്താണ്? ആക്ച്വലി ഗ്രാഫൈറ്റും കളിമണ്ണും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഈ പെൻസിൽ ലെഡ് എന്ന് പറയുന്നത്. എന്താണ്? ഗ്രാഫൈറ്റും കളിമണ്ണും. ഓക്കെ, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ബ്ലാക്ക് ലെഡ് അല്ലെങ്കിൽ പെൻസിൽ ലെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രിസ്റ്റലീയ ആകൃതിയിലുള്ള കാർബൺ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോ ഓഡ് വൺ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്രിസ്റ്റലീയ ആകൃതിയിലുള്ള കാർബൺ രൂപാന്തരങ്ങളാണ് വജ്രം. വജ്രം എന്ന് പറയുമ്പോൾ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു രൂപമാണ് കാർബണിന്റെ. അതുപോലെ എന്താണ്? ക്രിസ്റ്റൽ ഷേപ്പാണ്, ക്രിസ്റ്റൽ ആകൃതിയാണ് അല്ലെ. അതുപോലെ ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കാർബണിന്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രൂപാന്തരം ഏതാണ്? ഗ്രാഫീൻ. അത് മറന്നു പോകരുത്, ഗ്രാഫീൻ. ഇനി ഫുള്ളറീൻ നമ്മൾ നേരത്തെ ബക്കി ട്യൂബ്സ് ഒക്കെ പറഞ്ഞില്ലേ? ബക്കി ട്യൂബ്സ് എന്തായിരുന്നു? സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻ ആണ് ബക്കി ട്യൂബ്സ് എന്ന് പറഞ്ഞത്. ഈ ബക്കി ട്യൂബ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് അറിയോ? കാർബൺ നാനോ ട്യൂബുകളിലാണ് ഉപയോഗിക്കുന്ന ഫുള്ളറീൻ ആണ് ഈ ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുള്ളറീന്റെ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻ ആണ് എന്ത്? ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഈ ബക്കി ട്യൂബ്സ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? കാർബൺ, അത് ഓർത്തിരുന്നോ, കാർബൺ നാനോ ട്യൂബ്സ്. ഓക്കെ, കാർബൺ നാനോ ട്യൂബ്സുകളിൽ ഉപയോഗിക്കുന്ന ഫുള്ളറീൻ ആണ് ഈ ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു യൂസും കൂടെ കിട്ടിയല്ലോ. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കാർബണിന്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റലീയ ആകൃതിയിലുള്ള ഒരു രൂപാന്തരമാണ് വജ്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വജ്രത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വജ്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കാഠിന്യം കൂടുതലാണ്, വളരെ സ്ട്രോങ് ആണ് അല്ലെ, വളരെ കാഠിന്യം കൂടുതലാണ് വജ്രത്തിന്. അതുപോലെ എന്താണ്? സുതാര്യമാണ് അല്ലെ, ട്രാൻസ്പെറന്റ് ആണ് അല്ലെ, ഏറ്റവും സുതാര്യമാണ്, ലൈറ്റ് കടത്തി വിടുന്നു. അതുപോലെ വൈദ്യുത ചാലകമല്ല. ഓക്കെ, അതൊരു വൈദ്യുത ചാലകമല്ല വജ്രം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അത് കാണിക്കുന്നില്ല. ഓക്കെ, അതിന് കാരണം എന്താണ്? ഈ വൈദ്യുത ചാലകത കാണിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ഈ വജ്രം വൈദ്യുതി കടത്തി വിടാത്തതിന് കാരണം അതിന് സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാണ്. നമുക്കറിയാം ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ അതിലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് അതിലെ എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതിന് കാരണം എന്താണ്? ഫ്രീ ഇലക്ട്രോൺസിന്റെ ഒരു അവൈലബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ആ ഫ്രീ ഇലക്ട്രോൺസ് നമ്മുടെ വജ്രത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് കാണിക്കുന്നത്? അത് വൈദ്യുത ചാലകത കാണിക്കാത്തത്. ഓക്കെ, അതുപോലെ ഉയർന്ന താപചാലകതയാണ്. താപചാലകത എന്താണ്? ഹീറ്റ് ആണ് അല്ലെ. ഹീറ്റ് ആ ഒരു കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു, അതിന് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആണ്. അതുപോലെ ഉയർന്ന അപവർത്തനാങ്കം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടിയ ഒരു മെറ്റീരിയലാണ് വജ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. വജ്രം എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആണ്, കാഠിന്യം കൂടുതലാണ്, സുതാര്യമാണ്. പക്ഷെ എന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, പക്ഷെ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ഉയർന്ന അപവർത്തനാങ്കം ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വജ്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി അടുത്ത് നമുക്ക് വജ്രത്തിന്റെ ഒരു കാഠിന്യം അല്ലെ, വജ്രത്തിന്റെ കാഠിന്യത്തിനും അതുപോലെ ഉയർന്ന താപചാലകത അതിന് കാരണം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വജ്രം എന്ന് പറയുമ്പോൾ അത് കോവലന്റ് ബോണ്ടാണ്, അതായത് സഹസംയോജക ബന്ധനമാണ് ഈ വജ്രത്തിൽ ഉള്ളത്. ഓക്കെ, സഹസംയോജക ബന്ധനം. ഓക്കെ, അപ്പൊ വജ്രത്തിന്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കും കാരണം എന്താണ്? സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടാണ്. എന്താണ് ഈ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്? അതായത് ഓക്കെ, അപ്പോൾ ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു രാസബന്ധനം അല്ലെങ്കിൽ ഒരു കെമിക്കൽ ബോണ്ടാണ് ഈ ഒരു കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? വജ്രം എന്ന് പറയുമ്പോൾ അവർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിലൊരു സഹസംയോജക
സംയോജക ബന്ധനം ഉള്ളത് കൊണ്ടാണ് ആ ഒരു വജ്രത്തിന്റെ കാഠിന്യത്തിനും അതുപോലെ ഉയർന്ന താപചാലകതയ്ക്കും കാരണമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ഈ വജ്രം ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് വജ്രം എന്ന് പറയുന്നത്. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? വജ്രമാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. വജ്രം, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് വജ്രമാണ്. ഈ വജ്രം, രത്നം തുടങ്ങിയവയുടെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വജ്രം, രത്നം, അതിന്റെ എല്ലാം ആ ഒരു ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ക്യാരറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പാരഗൺ. പാരഗൺ എന്ന് പറഞ്ഞാൽ 100 ക്യാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രത്തെയാണ് നമ്മൾ പാരഗൺ എന്ന് പറയുന്നത്. ഓക്കെ, 100 ക്യാരറ്റോ അതിൽ കൂടുതൽ മൂല്യമുള്ള വജ്രം. ഓക്കെ, 100 ക്യാരറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂല്യമുള്ള വജ്രത്തെ നമ്മൾ പാരഗൺ എന്ന് പറയും. ഓക്കെ, ഇനി ഈ അൾട്രാ വയലറ്റ് ആ ഒരു ഇത്, അതായത് യഥാർത്ഥ വജ്രങ്ങളും കൃത്രിമ വജ്രങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണം. അപ്പൊ ഈ അൾട്രാ വയലറ്റ് കിരണത്തിന്റെ ആ ഒരു ഉപയോഗം എന്താണ്? യെസ്, യഥാർത്ഥ വജ്രം ഏതാണ് അല്ലെങ്കിൽ കൃത്രിമ വജ്രം ഏതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കിരണം ആണ് എന്ത്? അൾട്രാ വയലറ്റ് കിരണം. അതിലൂടെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. അത് പ്യുവർ ആണോ അല്ലെങ്കിൽ കൃത്രിമമാണോ എന്നൊക്കെ നമ്മൾ അറിയുന്നത്. ഓക്കെ, ഇനി കോഹിനൂർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വജ്രമാണ് കോഹിനൂർ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ്, ഈ കോഹിനൂർ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥമാണ് പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഈ കോഹിനൂർ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ടയിൽ നിന്നുമാണ് കോഹിനൂർ ലഭിച്ചത്. ഓക്കെ, കോഹിനൂർ ലഭിച്ചത് എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ടയിൽ. ഇപ്പോ ഈ ഗോൽക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ തെലുങ്കാനയിലാണ്. ഡിവൈഡ് ചെയ്തല്ലോ ആന്ധ്രാപ്രദേശിന്. അപ്പോൾ ഇപ്പോൾ ഈ ഗോൽക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? തെലുങ്കാനയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ കോഹിനൂറിന്റെ അർത്ഥം പഠിച്ചു. പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ്. കോഹിനൂർ ലഭിച്ചത് എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ടയിൽ നിന്ന് ലഭിച്ചു. നിലവിൽ ആ ഗോൽക്കൊണ്ട എവിടെയാണ്? തെലുങ്കാനയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഈ കുള്ളിനൻ ഒന്ന് ഓർത്തിരിക്കുക. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളവയിൽ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും വലിയ വജ്രമാണ് എന്ത്? കുള്ളിനൻ. ഇപ്പോൾ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനൻ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഈ കുള്ളിനൻ വജ്രം ലഭിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് കുള്ളിനൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ വജ്രം നമുക്ക് ലഭിച്ചത്. എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വജ്രത്തിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഒന്നുകൂടെ പറയാം. കുറച്ച് സവിശേഷതകളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. വജ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിന്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലി ആകൃതിയിലുള്ള ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഒരു അലോട്രോപ്പാണ് വജ്രം എന്ന് പറയുന്നത്. അപ്പോൾ വജ്രത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? കാഠിന്യം കൂടുതലാണ്, സുതാര്യമാണ്, വൈദ്യുത ചാലകമല്ല, എന്നാൽ താപചാലകതയുണ്ട് അല്ലെ, ഉയർന്ന താപചാലകതയാണ്, അതുപോലെ ഉയർന്ന അപവർത്തനാങ്കവും കാണിക്കുന്നു. പിന്നെ ഈ വജ്രത്തിന്റെ കാഠിന്യത്തിനും അതുപോലെ ഉയർന്ന താപചാലകതയ്ക്കും കാരണം എന്താണ്? സഹസംയോജക ബന്ധം. ഇലക്ട്രോൺസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു കെമിക്കൽ ബോണ്ടിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. ഇനി വജ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണെന്നും കൂടെ ഓർത്തിരിക്കുക വജ്രം. അതുപോലെ വജ്രം, രത്നം അവയുടെ ഭാരം രേഖപ്പെടുത്തുന്ന ഒരു യൂണിറ്റ് ആണ് ക്യാരറ്റ്. അതുപോലെ 100 ക്യാരറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂല്യമുള്ള വജ്രത്തെയാണ് നമ്മൾ പാരഗൺ എന്ന് പറയുന്നത്. പിന്നെ അൾട്രാ വയലറ്റ് കിരണം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു വജ്രം അത് യഥാർത്ഥ വജ്രമാണോ അല്ലെങ്കിൽ കൃത്രിമ വജ്രമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ അൾട്രാ വയലറ്റ് കിരണം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ കോഹിനൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വജ്രമാണ് കോഹിനൂർ.
പ്രത്യേകം ഓർത്തിരിക്കുക. ലഭിച്ചത് എവിടെ നിന്നാണ്? ഗോൽക്കൊണ്ട, ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ട. നിലവിൽ ആ സ്ഥലം എവിടെയാണ്? തെലങ്കാനയിലാണ്. കോഹിനൂറിന്റെ അർത്ഥവും കൂടെ ഓർത്തിരിക്കുക, പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ്. ഇന്ന് അടുത്തത് കുളിനൻ. കുളിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ വജ്രമാണ്. ഇപ്പോൾ വരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രം കുളിനനാണ്. അതെവിടെ നിന്നാണ് ലഭിച്ചത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ. അടുത്തത് നമ്മൾ കാർബണിന്റെ അടുത്തൊരു രൂപാന്തരം നമ്മൾ പറഞ്ഞത് അമോർഫസ് കാർബൺ ആണ്. അമോർഫസ് കാർബൺ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ക്രിസ്റ്റൽ ആകൃതിനെ നമുക്ക് മലയാളത്തിൽ പരൽ എന്ന് പറയാം. പരലാകൃതി. ഓക്കെ. അപ്പോൾ പരലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ് എന്ത്? അമോർഫസ് കാർബൺ. ഓക്കെ. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? കോക്ക്, ചിരട്ടക്കരി, പഞ്ചസാരക്കരി, എല്ലുകരി, മരക്കരി, വിളക്കുകരി, ഗ്യാസ് കാർബൺ എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? അമോർഫസ് കാർബണിന്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി ഇതിൽ പഞ്ചസാരക്കരി എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായിട്ടുള്ള ഒരു അമോർഫസ് കാർബൺ രൂപാന്തരമാണ് കേട്ടോ ഈ പഞ്ചസാരക്കരി എന്ന് പറയുന്നത്. വളരെ ശുദ്ധമായിട്ടുള്ള അമോർഫസ് കാർബൺ രൂപാന്തരമാണ് പഞ്ചസാരക്കരി. അതുപോലെ കരി അല്ലെങ്കിൽ മരക്കരി. ഈ മരക്കരി എന്ന് പറഞ്ഞാൽ ഒന്ന് വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് മരക്കരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മരക്കരി എന്ന് പറയുമ്പോൾ വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു കാർബണിന്റെ രൂപാന്തരം കൂടിയാണ് മരക്കരി എന്ന് പറയുന്നത്. എല്ലാ വാതകങ്ങളും വലിച്ചെടുക്കാൻ കഴിയും അവയ്ക്ക്. അതാണ് ഈ മരക്കരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കോക്ക് എന്ന് പറഞ്ഞാൽ കൽക്കരിനെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായിട്ട് ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കോക്ക് മറന്നു പോകരുത്. കൽക്കരിനെ ചൂടാക്കുന്നു. കൽക്കരിനെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായിട്ട് ചൂടാക്കുമ്പോൾ നമുക്ക് കോക്ക് ലഭിക്കുന്നു. പിന്നെ അതുപോലെ ഈ കോക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇന്ധനമായും അതുപോലെ ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരോക്സീകാരിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കാർബണിന്റെ ഒരു ശുദ്ധമായിട്ടുള്ളൊരു രൂപം കൂടിയാണ് കേട്ടോ ഈ കോക്ക് എന്ന് പറയുന്നത്. കാർബണിന്റെ ശുദ്ധ രൂപമാണ് കോക്ക്. അപ്പൊ ഈ കോക്ക് എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് മെറ്റൽസിന്റെ ഒക്കെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ നിരോക്സീകാരി, അതായത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് എല്ലുകരിയാണ്. എല്ലുകരി എന്ന് പറഞ്ഞാൽ ബോൺ ചാർക്കോൾ, അതായത് കൊഴുപ്പിന്റെ അംശം നീക്കിയ എല്ല് വായുവിന്റെ സാന്നിധ്യമില്ലാതെ ചൂടാക്കിയാൽ നമുക്ക് എല്ലുകരി കിട്ടും. എല്ലുകരി അല്ലെങ്കിൽ ആനിമൽ ചാർക്കോൾ എന്ന് പറയും, അല്ലെങ്കിൽ ബോൺ ചാർക്കോൾ എന്നൊക്കെ പറയും. ഓക്കെ. അപ്പൊ അത് കൊഴുപ്പിന്റെ അംശം മാറ്റി അല്ലെങ്കിൽ നീക്കിയ ബോണ് കത്തിക്കുമ്പോഴാണ്. ഓക്കെ. പിന്നെ അടുത്തത് വിളക്കുകരി. വിളക്കുകരി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അല്ലെ? അതായത് ഇപ്പോ വിളക്കുകരി എന്താണ്? വായുവിൽ ടാറ്, എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വിളക്കുകരി എന്ന് പറയുന്നത്. ഓക്കെ. വായുവിൽ ടാറ്, അതുപോലെ എണ്ണ, നമുക്കറിയാം എണ്ണ എല്ലാം ചൂടാക്കി കഴിയുമ്പോൾ കരി ഫോം ചെയ്യും അല്ലെ? അതാണ് ഈ വിളക്കുകരി എന്ന് പറയുന്നത്. കാർബൺ ബ്ലാക്ക് അല്ലെങ്കിൽ ലാംപ് ബ്ലാക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന വിളക്കുകരിയാണ്. ഈ വിളക്കുകരി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പെയിന്റ്, ഷൂ പോളിഷ്, അച്ചടി മഷി എന്നിവയുടെ നിർമ്മാണത്തിനും ചെരുപ്പ്, ടയർ എന്നിവ നിർമ്മിക്കാനും റബ്ബറിൽ ഫില്ലറായും ഉപയോഗിക്കുന്ന കാർബണാണ് ഈ വിളക്കുകരി എന്ന് പറയുന്നത്. ഓക്കെ. എന്തിനൊക്കെയാണ്? പെയിന്റ്, ഷൂ പോളിഷ്, അച്ചടി മഷിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെരുപ്പ്, ടയറിന്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ വിളക്കുകരി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. പിന്നെ ചിരട്ടക്കരിയൊക്കെ അതുപോലെ തന്നെയാണ് അല്ലെ? ഇപ്പോൾ വുഡ് ചാർക്കോളിന്റെ ഒക്കെ ഒരു രൂപം തന്നെയാണ് ചിരട്ടക്കരി എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ ഗ്യാസ് കാർബൺ, ഗ്യാസ് ഫോം കത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കരി. ഓക്കെ. അതാണ് ഗ്യാസ് കാർബൺ. അപ്പൊ ഇതൊക്കെ എന്താണ്? അമോർഫസ് കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ഉണ്ടാകുന്നതാണ് കാർബോണിക് ആസിഡ് അല്ലെ? നമുക്കറിയാം സോഡ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? കാർബോണിക് ആസിഡ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ
സോൾവ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഈ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു കാർബോണിക് ആസിഡ് ആണ്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഡയമണ്ട്, കൽക്കരി എന്നിവ കത്തിച്ചാൽ കിട്ടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ വസ്തുക്കളുടെ ഭാഗിക ജ്വലനം മൂലമുണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കളുടെ ഭാഗിക ജ്വലനം കൊണ്ടുണ്ടാകുന്നതാണ് കാർബൺ മോണോക്സൈഡ്. പിന്നെ കാർബണിന്റെ പ്രധാന സംയുക്തങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡുകൾ, പിന്നെ കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? കാർബണിന്റെ പ്രധാന സംയുക്തങ്ങളാണ്. ഓക്കെ, അവ കാർബൺ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സംയുക്തങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ അഗ്നിശമനം, അതായത് ഈ പൈറീൻ എന്ന് പറയുന്നത് അഗ്നിശമനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് പൈറീൻ. പൈറീൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്, അതായത് അഗ്നിശമനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് പൈറീൻ. അപ്പൊ ഈ പൈറീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താണ്? കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പൈറീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത നോൺ മെറ്റൽ എലിമെന്റ് ആണ് സൾഫർ എന്ന് പറയുന്നത്. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. ഓർത്തിരിക്കുക കേട്ടോ, കോപ്പറിന്റെ ശത്രു ആണ് സൾഫർ എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. അതുപോലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഒന്നും ഈ സൾഫറിന് ഇല്ല. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ സൾഫറിന്റെ രൂപാന്തരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇതിന്റെ ഒരു പ്രകൃതിയിൽ കാണപ്പെടുന്ന പല രൂപങ്ങളാണ് അല്ലെ, അതിനെയാണ് രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ സൾഫറിന്റെ അലോട്രോപ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റോംബിക് സൾഫർ അല്ലെങ്കിൽ ആൽഫ സൾഫർ, പ്ലാസ്റ്റിക് സൾഫർ, പിന്നെ മോണോക്ലിനിക് സൾഫർ അല്ലെങ്കിൽ ബീറ്റ സൾഫർ, മിൽക്കി സൾഫർ. ഇതെല്ലാം എന്താണ്? ഈ സൾഫറിന്റെ വിവിധ രൂപാന്തരങ്ങളാണെന്ന് ഓർത്തിരിക്കുക. റോംബിക് സൾഫർ അല്ലെങ്കിൽ ആൽഫ സൾഫർ. ഈ ആൽഫ സൾഫറിനെ റോംബിക് സൾഫർ എന്ന് വിളിക്കുന്നു. ബീറ്റ സൾഫറിനെ എന്താണ്? മോണോക്ലിനിക് സൾഫർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ രണ്ടെണ്ണം ഉള്ളത് പ്ലാസ്റ്റിക് സൾഫറും മിൽക്കി സൾഫറുമാണ്. ഓക്കെ, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് അതായത് വെടിമരുന്ന് പൊട്ടിക്കുമ്പോഴും അതുപോലെ തീപ്പെട്ടി ഉരയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന മണത്തിന് കാരണമാണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഈ ഹൈഡ്രജൻ സൾഫൈഡ് വെള്ളി ആഭരണങ്ങളുടെ നിറം നഷ്ടപ്പെടാൻ കാരണമായ വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇപ്പൊ 2 സൾഫർ ഡൈ ഓക്സൈഡ് ഓർത്തിരിക്കുക. പിന്നെ ആസിഡ് മഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകങ്ങളാണ് സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ നൈട്രസ് ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒന്ന് വെടിമരുന്ന് പൊട്ടിക്കുമ്പോഴും തീപ്പെട്ടി ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലിന് കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അതുപോലെ താജ്മഹലിന്റെ നിറമങ്ങലിന് കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഈ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും ആണ് ആസിഡ് മഴയ്ക്ക് കാരണം എന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫർ ആണ്. ഗന്ധകം, സൾഫർ, നാഗം, സിങ്ക് ആണ്. നാഗം എന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്. കറുത്തീയം ലെഡും വെളുത്തീയം ടിന്നും ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഗന്ധകം, സൾഫർ, നാഗം, സിങ്ക്, കറുത്തീയം ലെഡ്, വെളുത്തീയം ടിന്ന്. ഓക്കെ, അടുത്ത ഫോസ്ഫറസ് ആണ്. ഓക്കെ, ഫോസ്ഫറസ് കണ്ടുപിടിച്ചത് ഹെന്നിങ് ബ്രാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫോസ്ഫറസ് കണ്ടുപിടിച്ചത്. ഓർത്തിരിക്കുക, ഹെന്നിങ് ബ്രാൻഡ്. പിന്നെ ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നാണ് ഇതിന്റെ മീനിങ്. ഞാൻ പ്രകാശം വഹിക്കുന്നു. ഓക്കെ, അതുപോലെ ഈ ഫോസ്ഫറസ് സൂക്ഷിക്കുന്ന എവിടെയാണ്? ജലത്തിലാണ് ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത്. ഓക്കെ, ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു നോൺ മെറ്റൽ ആണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അതുപോലെ രൂപാന്തരങ്ങൾ, ഈ ഫോസ്ഫറസിന്റെ രൂപാന്തരങ്ങളാണ് വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ചുവന്ന ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയാർന്ന ഫോസ്ഫറസിന്റെ ഒരു രൂപാന്തരമാണ് കേട്ടോ. ചുവന്ന ഫോസ്ഫറസ് എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആണ്. ഓക്കെ, ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് ചുവന്ന ഫോസ്ഫറസ്. അതുപോലെ തീപ്പെട്ടി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസും കൂടിയാണ് ചുവന്ന ഫോസ്ഫറസ് എന്ന് പറയുന്നത്. വെളുത്ത ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് ആണ് വെളുത്ത ഫോസ്ഫറസ്. വെള്ള ഫോസ്ഫറസ്
ഫോസ്ഫറസ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ നമുക്ക് ചുവന്ന ഫോസ്ഫറസ് ലഭിക്കുകയും ചെയ്യുന്നു. പിന്നെ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ വെള്ള ഫോസ്ഫറസ് ഉയർന്ന മർദ്ദത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പോൾ ഹൈ പ്രഷറിൽ ഈ വെള്ള ഫോസ്ഫറസിനെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടും. അതുപോലെ വെള്ള ഫോസ്ഫറസിനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ചുവന്ന ഫോസ്ഫറസ് നമുക്ക് ലഭിക്കുന്നു. പിന്നെ ഒരു രണ്ട് കാര്യങ്ങളാണ് ഫോസ്ഫീനും ഫോസ്ജീനും. ഓക്കെ, ഫോസ്ഫീൻ ഫോസ്ജീൻ. ഈ ഫോസ്ഫീൻ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ മീനിന്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് സംയുക്തമാണെന്ന് ഓർത്തിരിക്കുക, ഫോസ്ഫീൻ. ഓക്കെ, ഫോസ്ഫീൻ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ മീനിന്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് ആണ് ഫോസ്ഫീൻ. ഈ ഫോസ്ഫീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇത് രണ്ടും കൺഫ്യൂസ് ആയി പോകരുത്, ഫോസ്ഫീൻ ആൻഡ് ഫോസ്ജീൻ. ഫോസ്ഫീൻ എന്ന് വെച്ചാൽ ഫോസ്ഫറസ് ട്രൈഹൈഡ്രൈഡ് ആണ്. ഓക്കെ, PH3 ആണ്, ട്രൈഹൈഡ്രൈഡ് ആണ് ഫോസ്ഫീൻ. ഫോസ്ജീൻ എന്ന് പറഞ്ഞാൽ കാർബണൈൽ ക്ലോറൈഡ് ആണ്, COCl2 ആണ് ഫോസ്ജീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, കാർബണൈൽ ക്ലോറൈഡ് ആണ്, COCl2. അത് ഓർത്തല്ലോ. ഇനി ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പതഞ്ഞു പൊങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടല്ലോ, ഈ ഫോസ്ഫോറിക് ആസിഡ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പതഞ്ഞിങ്ങനെ പൊങ്ങി വരാൻ കാരണം ഈ ഫോസ്ഫോറിക് ആസിഡ് ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. പിന്നെ ക്യാൻസർ ചികിത്സയ്ക്ക് റേഡിയേഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോസ്ഫറസിന്റെ ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 32 എന്ന് പറയുന്നത്. ഫോസ്ഫറസിന്റെ ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 32. കണ്ടോ, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫറസ് 32. ഓക്കെ, അതുപോലെ ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന ഒരു മൂലകം കൂടിയാണ് കേട്ടോ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? ഫോസ്ഫറസ്. ഈ എല്ല് എന്ന് പറയുമ്പോൾ എല്ലുപൊടി, അതിനകത്ത് ഫോസ്ഫറസ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമ്മളത് വളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഗാനോ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ കീടനാശിനിയിലെ ഒരു അതായത് മാലത്തിയോൺ എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. മാലത്തിയോൺ എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. ഈ കീടനാശിനിയുടെ ഒരു പ്രധാന ഘടകം ഓർഗാനോ ഫോസ്ഫറസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഫോസ്ഫറസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.